അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു പുട്ടും വെച്ച് 2 മുട്ടയും വെച്ച് ചെറുപയറും ഒഴിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പം ഞാനിന്ന് എന്തെല്ലാം കഴിച്ചു എന്നാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു പുട്ടും 2 കാടാമുട്ടയും കുറച്ച് ചെറുപയർ കറിയും കഴിച്ചിട്ടുണ്ടായിനി. എനിക്ക് പുട്ടിന് ചെറുപയർ കറിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് പുട്ടിന് കടലക്കറി ഇഷ്ടമില്ല. ആദ്യം ചെറുപയർ കഴിഞ്ഞ് മാത്രമേ ഞാൻ പുട്ടിന് കടലക്കറി കൂട്ടലുള്ളൂ. അപ്പോൾ പിന്നെ ഈ മുട്ടേൻ്റെ മഞ്ഞയും കൂടി അതിൽ കുഴച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ പുട്ടും ചെറുപയർ കറിയും ഉണ്ടായിനി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിശന്നപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിനി. പിന്നെ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചിനി കേട്ടോ ആ ഇടയ്ക്ക്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറും ചിക്കൻ കറിയും പിന്നെ പയറുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു ലൈമാണ് കേട്ടോ കുടിച്ചിനി. ലൈം ടീയാണ് കുടിച്ചിനി, കട്ടൻ ചായ അല്ല. ഇന്നൊരു ലൈം ടീ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ലൈം ടീ കുടിച്ചു. പിന്നെ ഞാൻ ഈ മാൾക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് ഇത്ര വരെ തിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് ഭയങ്കര പറയുന്നുണ്ട്, അതിന് മാൾക്കിസ്റ്റ് ഭയങ്കര ടേസ്റ്റാണെന്നല്ലോ. ഞാൻ ഇതിൻ്റെ ചീസിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഇത് ചീസിൻ്റെ മാൾക്കിസ്റ്റാണ്. വലിയ ആ ടേസ്റ്റ് ഉണ്ട് വലിയ, പക്ഷെ നമ്മൾ പണ്ടെല്ലാം കഴിക്കില്ല ഒരു കണ്ണുമൂക്കൂല ബിസ്ക്കറ്റ്, ഒരു നീല കളർ, അതിൻ്റെ പേരെന്താണ്, മിൽക്കി മിസ്റ്റ് ആയിട്ടല്ലേ. എനിക്ക് ആ ബിസ്ക്കറ്റാണ് കേട്ടോ ഈ ക്രീം ബിസ്ക്കറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര വരെ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് എനിക്ക് ആ മിൽക്കി മിസ്റ്റ് തന്നെയും തോന്നുന്നല്ലേ അതിൻ്റെ പേര്. പണ്ട് നമുക്കൊരു കണ്ണുമൂക്കല്ലേ സ്മൈലിയിലെ ബിസ്ക്കറ്റ് കിട്ടൂലേ, മറ്റേ വെള്ള ക്രീമായിട്ട് എനിക്ക് അതായിട്ട് ഏറ്റവും ഇഷ്ടം. പിന്നെ അച്ഛൻ പയ്യന്നൂർ പോയിട്ടുണ്ട്, അതിന് പോയിട്ട് വരുമ്പോൾ കടല കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയല്ലേ കഴിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ കാണാൻ. ബൈ ബൈ.